പോലീസ് അതിക്രമത്തിനെതിരെ BJP മഹിളാ മോർച്ച പ്രവർത്തകർ, മഹിളാ കൗൺസിലർമാർ ഉൾപ്പെടെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ വളയുകയും അവിടെ പ്രതിഷേധിക്കുകയും അക്രമാസക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. പലരും 10-13 പേർ ആശുപത്രിയിലാണ്. പോലീസ് പരാതിക്കാരോടും പാർട്ടി പ്രവർത്തകരോടും കാണിച്ച അതിക്രമത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് BJP മാർച്ച് വച്ചിരിക്കുന്നു.
ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാമായിട്ടുള്ള പ്രിയമുള്ള പ്രവർത്തകരെ, പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, ഞാനിവിടെ വിളിച്ച മുദ്രാവാക്യം അനർത്ഥമാണ്. ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കിയാൽ തിരുവനന്തപുരത്ത് അറസ്റ്റ് കൊണ്ടും മർദ്ദനം കൊണ്ടും ഈ പ്രസ്ഥാനത്തെ ഒരിക്കലും നിങ്ങൾക്ക് അടിച്ചമർത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇവിടുത്തെ പുതിയ തലമുറയിലുള്ള പോലീസുകാരെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. വയനാട് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ്, PS അച്യുതാനന്ദൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലും, എന്തിന് കെ കരുണാകരൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലും, അച്യുതമേനോൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലും കേരളത്തിലെ സംഘപരിവാറിനെയോ BJP പ്രവർത്തകരെയോ ജനസംഘ പ്രവർത്തകരെയോ നിങ്ങൾക്ക് ഇങ്ങനെ ഉമ്മാക്കിനാലിച്ച് അടിച്ചമർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ചരിത്രത്തിന്റെ താളുകളിലുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. ഞങ്ങൾ അറസ്റ്റ് കണ്ടിട്ടുണ്ട്, മർദ്ദനമേറ്റിട്ടുണ്ട്. ഈ ശരീരങ്ങളൊക്കെ മർദ്ദനം മ്യൂസിയം പോലീസിന്റെ ലോക്കപ്പ് മർദ്ദനമേറ്റ ശരീരമാണ് ഈ നിൽക്കുന്ന ജില്ലാ പ്രസിഡന്റ് കരമന ചെയ്യുന്നത്. നാളെ രാത്രികൾ കൊണ്ട് അടിച്ചമർത്തിയിട്ട് കരമന ചെയ്യും അടിച്ചമർത്തിയപ്പോൾ അമർന്നു പോയിട്ടില്ല. ഇവിടെ ഒരു പ്രവർത്തകരും എന്നെപ്പോലെ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ നിങ്ങളെല്ലാം അടിച്ച് ലോക്കപ്പിലോട്ട് മർദ്ദിച്ച് തകർക്കാൻ ശ്രമിച്ചിട്ട് ഇവിടെയെല്ലാം അടിച്ചമർത്തും തോറും ഞങ്ങൾ ശക്തരായി പോലീസ് നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്കെന്നല്ല ആർക്കും കഴിയില്ല. CPM ഇവിടുത്തെ ഇതിനേക്കാളും 35 വർഷങ്ങൾക്ക് മുമ്പുള്ള CPM-നെ നമുക്കറിയാം. അന്ന് ജാതകോപത്തെ പോലുള്ള CPM-ന്റെ മഹാരഥനായ ഇവിടുത്തെ ഗുണ്ടായുസത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള അവരെയൊക്കെ നേരിട്ട പാരമ്പര്യമാണ് തിരുവനന്തപുരത്തുള്ളത് എന്ന് ഇവിടെ ചില പുഴുക്കളുണ്ട്. ചില പുഴുക്കൾ എന്താണ് പേര്? ഒരു ദീപവും എഴുത്ത് നിൽക്കാൻ വയ്യ. പണ്ടൊക്കെ കടുവാ കൃഷ്ണൻ നായർ, രാമൻ നായർ, അല്ലരാമേന്ദ്രനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ നോക്കി നിന്നിട്ടുണ്ട്. കടുവാ കൃഷ്ണൻ നായർക്കെതിരെയും കോർട്ട് AC ആയിരുന്ന രാമൻ നായർക്കെതിരെയൊക്കെ ഇനി വേറെ മഹാരഥനായ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, മുകുന്ദൻ. പക്ഷെ അവരെ വെച്ച് നോക്കുമ്പോൾ ഈ നാണം തോന്നുന്നു, അപമാനം തോന്നുന്നത്. ഈ നാട്ടിലാണോ ഈ പോലീസ് ഈ എഴുത്ത് നിൽക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരു ദീപു എന്ന SI ചെമ്പഴന്റെ മുന്നേ ഒന്ന് വാ തുറന്നപ്പോൾ അവിടെ വീണു. ഇന്നലെ ബിബിൻ ചെങ്ങന്നൂര് പോയി DOSP-യെ, അവിടുത്തെ DOSP-യെ തന്നെ കൈകാര്യം ചെയ്തവരാണ് ഈ ബിബിൻ. എടാ ബിബിനെ, നിന്നോട് പറയുകയാണ്, ആധികാരികമായി തന്നെ പറയുകയാണ്, BJP ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ തന്നെ പറയുകയാണ്, ഞങ്ങളോട് പോരിന് വരല്ലേ, ഞങ്ങളുടെ പെൺകുട്ടികൾ മതി നിന്നെ നേരിടാൻ. പെൺകുട്ടികൾ മതി, ഞങ്ങൾ പുരുഷന്മാര് വേണ്ട, പെൺകുട്ടികൾ മതി. ഇന്നലെ കണ്ടല്ലോ കളിക്കും കളി തെരുവനായിരിക്കണ എങ്ങനെയെങ്കിലും അത് ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. മേയർ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരുവനായിരിക്കണ കളികൾ 45 വർഷക്കാലമായി ഈ CPM-ന്റെ കളിയേറ്റ് ഈ തിരുവനന്തപുരം നഗരം അവരങ്ങ് തകർന്ന് അവര് വോട്ട് ചെയ്ത് BJP അധികാരത്തിൽ കൊണ്ടുവന്നു. ഈ കളി പോലാക്കൊണ്ട് പുതിയ കളിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പോലീസ്. അവന്റെ കളിയുടെ പല്ലിനെ അത് കളിച്ച പല്ല് ആഴ്ച തകർത്ത് താഴെ BJP പ്രവർത്തകർ കഴിയും. പിന്നെ ഒരു ക്ഷേത്രത്തിന് അതിക്രമിച്ച് കയറി ഞങ്ങളെ പ്രവർത്തകർ ആക്രമിച്ചു. പണ്ട് ഇടിവണ്ടി ഉണ്ടായിരുന്നു, ഇടിവണ്ടി. അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഒരു വലിയ ബസ് വരും, ഇടിവണ്ടി, അതിനകത്താണ് ഇരിക്കുന്നത്. ഇതൊക്കെ കണ്ട് ഞങ്ങളിതൊക്കെ നേരിട്ട് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായി BJP മാറിയിരിക്കുന്നത്. തിരുവനന്തപുരം അനന്തപുരി ഭരിക്കുന്ന BJP-യാണ്. ഞങ്ങൾ എല്ലാ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിട്ടുള്ളത്.
നിങ്ങൾ ഓർക്കണം. ഞങ്ങളൊന്ന് മര്യാദ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ നിൽക്കാം. പക്ഷെ ഞങ്ങളെ പ്രകോപിച്ച് ഞങ്ങളെ ഈ ക്ഷമയുടെ അങ്ങ് അതിരുകൾ ആ ക്ഷമ കെട്ടുപോയാൽ പോലീസെ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടുകൂടി തിരുവനന്തപുരത്ത് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഇവിടെ പാർട്ടി BJP-ക്കുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്. വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പ് കാലഘട്ടം തൊട്ട് തുടങ്ങിയതാണ്. അവിടെ രാത്രിയാവും 9:45 ഈ വിരുന്ന് കാണാൻ വരും. വന്ന് BJP-യുടെ വാഹനങ്ങളൊക്കെ തടഞ്ഞിടും. 9:45 10 മണിവരെ സമയമുണ്ട്. ഈ സമയം അവർക്ക് കൊടുക്കില്ല. UDF-ന്റെ LDF-ന്റെ വേണ്ടി അതുവഴി പോയി തടയില്ല. അന്ന് നോക്കി വെച്ചതാണ്. ഇപ്പോൾ കേറാൻ വന്നാൽ ഞാൻ വാക്കുകൾ ഒരു ജില്ലാ അധ്യക്ഷന്റെ കൂടുതൽ പറയുന്നില്ല. ഇവിടെ ജനാധിപത്യ മര്യാദ അനുസരിച്ചാണ് ഇവിടെ ഈ പരിപാടി. മാധ്യമ സുഹൃത്തുക്കൾ വിചാരിച്ചു ഇവിടെ ആക്രമണം ഉണ്ടാവും, പോലീസ് ആക്രമണം ഉണ്ടാവും. പക്ഷേ BJP-യുടെ തീരുമാനമെടുത്താൽ അവിടെ പ്രവർത്തകർ നിൽക്കും. ഞങ്ങൾ വളരെ വളരെ മര്യാദയോടുകൂടി ജനാധിപത്യ മര്യാദ പ്രവർത്തിക്കുന്നു. ഞങ്ങളൊന്ന് കണ്ണടച്ചു കൊടുത്താൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബാരിക്കേഡിനൊക്കെ ചവിട്ടി പുറത്തേക്ക് അപ്പുറത്തേക്കാളുള്ള സംഘടനാ ശക്തി ഞങ്ങൾക്കുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ ഞാൻ വളരെ മാന്യമായി ഞങ്ങൾ പെരുമാറും. ഞാൻ നിശ്ചയിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു ബിനുവിനെ ആക്രമിച്ചു, ബിനുവിനെയും കുടുംബവും വണ്ടിക്കകത്തിരുന്ന സമയത്ത് ആക്രമിച്ചത് തെറ്റാണ് എന്ന് അദ്ദേഹം ഞങ്ങളോട് സമ്മതിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കാണ് വണ്ടി അടിച്ചാൽ ദേഹത്തടിക്കും പോലെ തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞാണ് ബിനുവിനെ തന്നെ കേസിൽ പ്രതിയല്ലാത്ത ബിനുവിനെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു. അതിന് പ്രതികാരം ചെയ്യാൻ ഇവിടെ റിട്ടയർഡായിട്ട് പല പോലീസുകാരും കറങ്ങി നടക്കുന്നുണ്ട്. റിട്ടയർഡിന് മുമ്പേ വൻ സംഭവങ്ങൾ നടത്തിയിട്ടുള്ള പോലീസ് ഓഫീസർമാര് അവസാനം കേസുകൾ തീർക്കാൻ ഞങ്ങളുടെ കാല് പിടിച്ച ചരിത്രങ്ങളുണ്ട് എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ ഓർമ്മിക്കണം. അതാണ് സൂചിപ്പിച്ചത് ഒരു പോലീസ് ഓഫീസർ പേരെടുത്ത് പറഞ്ഞത്. രക്തത്തിറപ്പോട്ട് പറയുന്നതോടും CPM ഈ പിണറായി വിജയന്റെ ഭരണത്തിന്റെ അന്ത്യകൂടാശ നടക്കുന്ന ഈ വേളയാണ് എന്ന് ഇവരും ഈ ഉൾപ്പെടെ ഓർമ്മിക്കണം. അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു ഭരണമാണ്, ഇവിടെ എന്തെങ്കിലും മുറ കാണിക്കാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ മുറ കാണിക്കാൻ വരല്ലേ? വന്നാൽ ഞങ്ങൾ വിടില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, വൈകാര്യമായി തന്നെ സംസാരിക്കുന്നു. നന്ദാവന ക്യാമ്പിലെ ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഞങ്ങൾ അനുവദിച്ചില്ല. ബഹുമാനപ്പെട്ട മേയറുടെ വണ്ടി വന്നു, മേയർ വണ്ടിയകത്ത് കയറി ഞങ്ങൾ നോക്കിയ സമയത്ത് വണ്ടിക്കകത്ത് അതിക്രൂരമായി മർദ്ദനമേറ്റ പ്രവർത്തകരെ കണ്ടു. ഞങ്ങൾക്ക് വൈകാതെ ഉണ്ടായി, വിഷമമുണ്ടാവും. പോലീസുകാരനെ ആരാണ് പോലീസുകാരനെ എന്നത് മാധ്യമ സുഹൃത്തുക്കൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നല്ലോ. ഇടത് ഭാഗത്ത് നിന്നത് BJP പ്രവർത്തകരാണ്, വലത് ഭാഗത്ത് നിന്നത് CPM-ന്റെ പ്രവർത്തകരാണ്. എവിടുന്നാണ് എറി വന്നത്? വലത് വശത്ത് നിന്ന് വിറക് കമ്പുകളെല്ലാം ആ പള്ളിയെ അതിക്രമിച്ച് കയറി എറിഞ്ഞത് CPM-കാരാണ് എന്ന് വ്യക്തമായി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ വീഡിയോ കാണിച്ചിട്ട് പോലും പോലീസ് വീണ്ടും BJP-യുടെ പുറത്താണ് കൊണ്ടുവരുന്നത്. BJP പ്രവർത്തകരാണ് കൊണ്ടുവരുന്നത്. എന്നാണ് ഞങ്ങൾക്ക് ഒളിച്ചിരുന്ന് അറിയേണ്ട കാര്യമൊന്നുമില്ല. പോലീസിന് അറിയണമെങ്കിൽ ഞങ്ങളുടെ ഒരുപാട് സമരമുഖങ്ങൾ കണ്ടവർ തന്നെയാണ്. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ സമര പോരാട്ടങ്ങൾ BJP നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത്. ഞങ്ങൾക്ക് ഒളിച്ചറിയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ അറിയാം, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ അറിയാം. നിങ്ങൾക്ക് തടുക്കാൻ പറ്റില്ല. ഞാൻ വെല്ലുവിളിക്കാണ്, തടുക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ, തടുക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നില്ല. കാരണം കോർപ്പറേഷൻ ഭരിക്കുന്ന നഗരം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരം കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയാണ് ഞങ്ങൾ. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്, ആരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പാർട്ടിയാണ്. ഞങ്ങൾക്ക് ജനങ്ങളുടെ പ്രതിബദ്ധതയുണ്ട്. ഇവിടെ സമാധാനം കാക്ഷിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ പ്രതീക്ഷയ്ക്കകത്ത് ഞങ്ങൾക്ക് പെരുമാറേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങൾ അത് ചെയ്യാൻ പോകുന്നില്ല.
ഇപ്പോൾ ഞങ്ങളുടെ ഈ ചുരണ്ടാമെന്നാൽ ചുരണ്ടി അവസാനം അത് എങ്ങനെയായി മാറുമെന്നുള്ളത് നിങ്ങൾ പഴയ ആൾക്കാരെ ചോദിച്ചാൽ അറിയാം. അത് ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് മര്യാദ അനുസരിച്ച് പറയുകയാണ്. ഞങ്ങൾ വളരെ ബഹുമാനപൂർവ്വം പറയുകയാണ്. ബഹുമാനപ്പെട്ട DGP-ടും ബഹുമാനപ്പെട്ട കമ്മീഷണർക്കും പറയുകയാണ്, ഈ വിപിൻ എന്ന് പറയുന്ന CI-ക്കെതിരെ നടപടിയെടുക്കണം. അതുപോലെ തന്നെ ദീപു പിള്ളയ്ക്കെതിരെ നടപടിയെടുക്കണം. ഞങ്ങൾ ആവശ്യം രണ്ടാണ്. ഈ രണ്ടാവശ്യവും ഞങ്ങൾക്ക് നിറവേറ്റി തന്നേ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ബഹുജന പ്രക്ഷോഭം, ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ഇവിടെ കമ്മീഷൻ ഓഫീസിലേക്ക് വന്നു. നിങ്ങളുടെ മനസ്സ് തുറക്കാം, മനസ്സ് ഉണരാം. ഞങ്ങളിത് സൂചനയാണ്. സൂചന മാത്രം. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, ഭാവം മാറും പോലീസ് എന്ന മുദ്രാവാക്യം വിളിച്ച് ഞാൻ നിർത്തുകയാണ്. ഈ പരിപാടി വളരെ സമാധാനപരമായി പാർട്ടി തീരുമാനിച്ച പരിപാടിയാണ്. നമ്മുടെ പ്രവർത്തകർ അങ്ങനെ തന്നെ പിരിയണം. നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അതിശക്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ. ഇപ്പോൾ നമ്മുടെ വേറൊരു കാര്യം, മെഡിക്കൽ കോളേജിൽ നിന്ന് 11 സ്ത്രീകളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പട്ടി കളിച്ചാൽ ഈ കളി എങ്ങനെ പേർ പിടിച്ചവന്മാരാണ്, പേർ പിടിച്ചവന്മാരെ കളിയാണ് കിട്ടിയിരിക്കുന്നത്. മണക്കാട് കൗൺസിലർ സരിതയുടെ ഇത് കളി. അപ്പൊ ഈ പട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? ഈ തെരുവുകാരികൾ പേപ്പിടിച്ച് എന്താ ചെയ്യുന്നത്? കല്ലെറിഞ്ഞ് കൊല്ലുകയല്ലേ ചെയ്യുന്നത്? ഞങ്ങൾ ചെയ്യണമല്ലോ. എന്ത് വിരോധാഭാസമാണ്? നാളെ കണ്ട പരിപാടിയാണത്. പോലീസ് ഞാൻ കളിക്കും എന്താണ് നൗഫൽ? ഞാൻ നൗഫൽ വയലൻസിന്റെ മോള് കൊണ്ടിരുന്നു. പിന്നെ കണ്ടോണ്ടൻസിയാണ് മോള് ജനിച്ചത്. ഞാന്റെ വയലൻസിന് ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം. പോലീസിന്റെ പറയാം, ഇതെല്ലാം അറിയാം. നിങ്ങള് കൂടുതൽ അഭ്യാസമൊന്നും ഇങ്ങോട്ട് കാണിക്കണ്ട. ഇത്രയും കാലം ഞങ്ങളിതൊന്നും ഇങ്ങനെ പ്രസംഗിച്ചില്ല. മര്യാദയോടുകൂടി പറയണം. ആവർത്തിക്കരുത്, ആവർത്തിക്കരുത്. നിയമപാലനം നിങ്ങൾ പാലിക്കുമ്പോൾ നിഷ്പക്ഷമായി പാലിക്കുക. മേലാൽ ആവർത്തിക്കരുത്. താക്കീതാണ് ഇവിടെ, താക്കീതാണ്. BJP-യുടെ പ്രശ്നം നോക്കുന്നത് മേലാൽ ആവർത്തിക്കരുത്. അതുകൊണ്ട് പോലീസ് ശക്തമായി താക്കീത് ഞങ്ങൾ കൊടുക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം. ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി, സമര പരിപാടി എന്താണ് തീരുമാനിക്കും. ഇത് ഞങ്ങൾ ആവശ്യം നിറവേറ്റുന്നതുവരെ സന്ധിയില്ല പോരാട്ടം നടത്തുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ പ്രതിഷേധ വിഭജന മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ബോലോ ഭാരത് മാതാ കീ. മറ്റൊരു വിശേഷവുമായി വേഗം കണ്ടുമുട്ടാം. അതിന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.